ഞാനാണ് പരാതിക്കാരൻ. എന്റെ വീട്ടിലാണ് ഈ പ്രസവ ഗർഭിണിയായ കുട്ടിയെ സംരക്ഷിച്ചിരുന്നത് ഞാനാണ്. അനിൽ നാരായണനായിരുന്നു കുട്ടിയുടെ ഡോക്ടർ. അപ്പോ മാർച്ച് 4-ാം തീയതി ഈ സംഭവിക്കുന്നതിന് 3 ദിവസം മുൻപ് ഞങ്ങളുടെ ഡോക്ടർ കണ്ടിരുന്നത്. ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞത് 4-ാം തീയതി ഡേറ്റ് ആവുള്ളൂ. തലേ ദിവസം 3 ദിവസം മുമ്പല്ല, തലേ ദിവസം പോയി കണ്ടതാ. അപ്പൊ 4-ാം തീയതി ഡേറ്റ് ആവുള്ളൂ. എങ്കിൽ നിങ്ങൾ ഡേറ്റ് ആവുന്നതിന് 2 ദിവസം മുമ്പ് കൊണ്ട് അഡ്മിറ്റ് ചെയ്യാം. അതിനിടയിലാണ് കുട്ടിക്ക് വേദന അനുഭവപ്പെട്ടത്. വേദന അനുഭവപ്പെട്ട് രാത്രി 1 മണിക്ക് ഞാനും എന്റെ ഭാര്യയും എന്റെ മകനും അടുത്ത വീട്ടിൽ കുട്ടിയും ഒക്കെ പടർന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൂടിയിരുന്നു. അവിടുത്തെ അറ്റാക്കും ഭാഗത്തും ഉപേക്ഷിച്ചു. അവരവിടെ അഡ്മിറ്റ് ചെയ്തു. പ്രസവ വാർഡിലേക്ക് പോകണം നിർദ്ദേശിച്ചു. അപ്പൊ ഞങ്ങളെല്ലാവരും പ്രസവ വാർഡിലേക്ക് ചെയ്തു. അവിടെ ചെന്നപ്പോ ഒരു നേഴ്സും 2 അസിസ്റ്റന്റുമാരും അവിടെ ഇരുന്ന് ഉറങ്ങുന്നു. അപ്പൊ അവരോട് വിവരം പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളിവിടെ അഡ്മിറ്റായി, ഇന്ന ഡോക്ടറെ രോഗിക്കുന്നു, ഞങ്ങൾ അഡ്മിറ്റായിട്ട് വേദന മൂലം വന്നിരിക്കും. അപ്പൊ ആ സ്ത്രീ പറഞ്ഞെന്ന് വെച്ചാൽ, ഇതൊക്കെ ആദ്യത്തെ പ്രസവത്തെ 10-12 മണിക്കൂറെല്ലാം കഴിയും, നിങ്ങൾ അവിടെ എവിടെയെങ്കിലും പോയി കഴിയും. അതായത് ഒരു ബെഡ് ചൂണ്ടിക്കാട്ടി തരണം, താഴ്ത്തായപ്പോൾ ഒരു സ്ഥലം നിർദ്ദേശിക്കാൻ വേണ്ടി ചെയ്യാറില്ല. അപ്പൊ ഞങ്ങൾ അടുത്ത് എടുക്കുന്നൊരു ബെഡ് എടുക്കുന്ന ഒരു സ്ത്രീയോട് അവരും പ്രസവിക്കാൻ വന്ന് നിൽക്കുന്ന സ്ത്രീയാണ്. ഇനി ഇടന്ന് വെച്ചപ്പോ ഒരു ബെഡിന്റെ ഒരു സൈഡിൽ ഇരിക്കാൻ കിടക്കാനും പറ്റുന്ന അവസ്ഥയല്ല, ഇരിക്കാൻ കിടന്നത്. വീണ്ടും വേദന കൂടി സ്ത്രീയോട് ഞാൻ പറഞ്ഞപ്പോ അതൊന്നും സമയമായിട്ടില്ല, ഇത് പറഞ്ഞു കുട്ടീനെ നോക്കാനോ അല്ലെങ്കിൽ ഡോക്ടറെ വിളിച്ചു വരുത്താനോ ഒന്നും അവർ തയ്യാറായി. ആ സ്ത്രീ ആരും പോയി ചോദിച്ചാൽ കണ്ടാലെന്ത് പരിഹാരിക്കുന്നല്ലാതെ അന്ന് അവിടെ ആരും ഡ്യൂട്ടി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കുട്ടിക്ക് പ്രസവിക്കുന്ന കുട്ടിക്ക് ഇത് 2 ദിവസം അതിനെപ്പറ്റി അറിയില്ല. ഇത് അമ്മാന്ന് പറഞ്ഞാൽ പരിചയിക്കില്ല, സമയം അങ്ങനെയല്ലോ, ഇവര് സമീപനം അങ്ങനെയാണോ. എങ്കിലും പോയി ഇപ്പോ ബാത്റൂമിൽ പ്രസവിച്ചപ്പോ കുട്ടിയിലായിട്ട് വരുന്നില്ല. അതവര് മറ്റൊരു പേരിൽ നിന്ന് ഓടിയൊക്കെ ചെയ്തേ. അപ്പോ കൂട്ട നിലവിളി, എന്റെ ഭാര്യയുടെ നിലവിളി, മറ്റു വാർഡിലുള്ളവരൊക്കെ എല്ലാവരും ഓടിക്കൂടി കൂട്ട നിലവിളി കേട്ടപ്പോഴാണ് ആ സ്ത്രീ ഉറക്കത്തിൽ എനിക്ക് വന്ന് ഈ പോക്കിൽ കണ്ടു കൊടുത്തത്. അവിടെയും കുട്ടി താഴെ വീണ്ടുണ്ട്. വീണ കുട്ടീനെ വാങ്ങിയെടുത്തു, നേരത്തെ വാങ്ങിയെടുത്ത് കൊണ്ടുപോയി കരുതി. പക്ഷേ ഈ വീണതായിട്ട് അപ്പം തന്നെ നിഷേധിക്കുന്ന രൂപത്തില്ല. അപ്പൊ ഭാര്യയ്ക്ക് പറ്റിയ ബുദ്ധിമുട്ടെന്താണെന്നറിയാം. ഇതിങ്ങനെ വീണു എന്ന് പറഞ്ഞാല് ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം. ഞാൻ എന്റെ മകൻ ഞങ്ങൾ അവിടെ ചെന്ന് ആശുപത്രി നൽകിപ്പിടിക്കേ അങ്ങനെ എന്റെ പെണ്ണുണ്ടാവോ എന്ന് ഭയപ്പെട്ടിട്ട് എന്റെ ഭാര്യ എനിക്ക് പറഞ്ഞ എന്നോട് ആ സമയോട് പറയാൻ തയ്യാറായി. വീണു എന്ന് പറയാൻ തയ്യാറായി. എനിക്കെന്തോ ചെറിയ തകരാറുണ്ട്, നമുക്ക് അടുത്തൊരു ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ ഇത് വീണുകൊണ്ടെങ്കിൽ പരിശോധിക്കാമെന്ന് ഭാര്യ പറഞ്ഞു. എന്നാൽ ഇതിന് വീണു പറയാതെ അമ്മ തയ്യാറായിരുന്നില്ല. അപ്പൊ ഞാൻ കുട്ടിക്ക് എന്തെങ്കിലും തരാറുണ്ട്, നമുക്ക് കുട്ടികളുടെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് കൊണ്ടുപോകല, അതെല്ലാം എനിക്ക് ശരിയല്ല. അപ്പൊ ഞാൻ കുട്ടീനെ ചെന്ന് കാണുന്ന കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്സിജൻ കൊടുക്കും. ഞാൻ വിചാരിച്ചു പ്രസവത്തിൽ പെട്ടെന്ന് വായു കുടിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും, നമുക്കറിയില്ല, ഡോക്ടർ വരട്ടെ. പക്ഷെ ഈ ഉള്ള അവസ്ഥ ഡ്യൂട്ടി ചെയ്യുന്നവര് ഡോക്ടറെ വിളിച്ചു വരുത്താനോ, ഡോക്ടറെ വിളിച്ചു വരുത്തില്ല. പക്ഷെ വേണ്ട, ഡോക്ടറെ പ്രസവിച്ചതിന് ശേഷം വിളിച്ചപ്പോ വന്നു അവര് അതൊക്കെ പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നടത്തി പ്രസവിച്ചു. പെൺകുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. അടുത്തത് കുട്ടിയുടെ കാര്യങ്ങൾ, കുട്ടിയുടെ കാര്യത്തിൽ അവർ നടപടിക്കാൻ തയ്യാറായില്ല. ചിൽഡ്രൻസ് ഡോക്ടറെ വിളിച്ചു വരുത്താനോ. അപ്പോഴേക്കും 7 മണി 8 മണി അവർക്ക് ഡ്യൂട്ടി മാറുന്ന സമയം. അപ്പൊ ഉറക്കം കഴിഞ്ഞ് ഡ്യൂട്ടി മാറാനായിരുന്നു ഒരു താല്പര്യം. അപ്പോഴും കുട്ടികളുടെ ഡോക്ടർ 8 മണിക്ക് ഹാജരാവേണ്ട ഡോക്ടറെ ഒഴിവാക്കിയെന്ന് പറഞ്ഞാണ് 10:30 മണിക്ക് ഞങ്ങള് നിർബന്ധമായിട്ട് കുട്ടിക്ക് വീണ്ടും കോളേജ് കണ്ടപ്പോ ബലമായിട്ട് വിളിച്ചു കൊണ്ടുവന്നപ്പോൾ ആള് വരാതെയാണ്. അന്വേഷണ ഉത്തരവ് ഇട്ടിരിക്കുന്നത് ആ ആശുപത്രിയിലെ തന്നെ ഒരു ഡോക്ടറെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിന് ഞങ്ങൾ തീരെ നിൽക്കലല്ല. ഉന്നത തന്നെ അന്വേഷണം നടത്തി നടപടിക്ക് അവരുടെ പേരിൽ അവരെ ജീവനക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇരിഞ്ഞാലക്കുടയിൽ ഉള്ള ഒരാളുടെ അന്വേഷണമായിട്ട് ഞങ്ങൾക്ക് യോജിച്ചു പോകാൻ പറ്റില്ല. ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായി 2 ദിവസത്തിനുള്ളിൽ തന്നെ വലിയൊരു സംശയവുമില്ല. ഈ ഒരു വിഷയത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ എല്ലാത്തിനും ഞങ്ങൾ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു അന്വേഷണം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഈ അന്വേഷണം ഇപ്പൊ നടക്കുന്ന അന്വേഷണം പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഞങ്ങളുടെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നാലും ഇതിൽ നിന്ന് പിന്മാറ്റം ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല.